വാ ഹർഷിനി. പ്ലേറ്റ്സ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുവയ്ക്ക്. എന്താ ചേട്ടാ വല്ലാത്തൊരു വെപ്രാളം പോലെ? ജ്യൂസ് ഒക്കെ തീർന്നു പോയടോ. ഒരു 100 ജ്യൂസ് കൂടെ റെഡിയാക്ക്. അതെങ്ങനെയാ ചേട്ടാ? 50 പേരല്ലേ ആകെ വന്നിട്ടുള്ളൂ. ഞാൻ എണ്ണിയതാ. വലിയ വീട്ടിലെ കല്യാണമായിട്ട് അതിന്റെ വല്ലതും ഇവിടെ ഉണ്ടോ? അവർക്ക് വേണ്ടപ്പെട്ടവരായിട്ടാണെങ്കിൽ ആരും വന്നിട്ടില്ല. അതൊക്കെ വന്നോളൂ. എല്ലാരും വൈകുന്നേരത്തേക്ക് വരാതിരിക്കുമായിരിക്കും. തിരക്കുള്ള ആൾക്കാരല്ലേ. നമുക്ക് എന്തിനാ അതൊക്കെ? നമുക്ക് നമ്മുടെ പണി നോക്കി കാശ് മേടിച്ചു പോവാ. വിളിച്ചാലല്ലേ വരൂ ചേട്ടാ. ഇതുവരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ചെറിയ ഫാം ഹൗസിൽ വളരെ രഹസ്യമായിട്ട്. എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ലാതിരിക്കില്ല എന്റെ പൊന്നു ചേട്ടാ. ചേട്ടനൊന്നും മനസ്സിലാവാഞ്ഞിട്ടാ. ഇവരൊക്കെ ഓരോന്നിനും ഓരോ കണക്ക് വെച്ചിട്ടുണ്ടാവും. അതിന്റെയൊക്കെ പുറകിൽ ഓരോ ഉദ്ദേശവും ഉണ്ടാവും. നമ്മൾ ഇതിന്റെയൊക്കെ പുറകെ പോവാൻ നിന്നാ നമ്മുടെ വീട്ടിലെല്ലാരും പട്ടിണിയാവും. ആ പറഞ്ഞത് സത്യമാടാ. എനിക്ക് എന്തൊക്കെയോ പന്തിയോട് തോന്നുന്നുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കിതൊന്നും കണ്ട ഭാവം നടിക്കണ്ട. ഒരു പാവപ്പെട്ട പെണ്ണിനെയും പിടിച്ചോണ്ട് വന്ന് എന്തിന് ഇരയാക്കാനാണെന്ന് ആർക്കറിയാം. നമ്മൾ ഇനി ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞ് മാഡം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും. ചേട്ടാ വാ ജ്യൂസ് ഉണ്ടാക്കാം. മോളെ മേഘനെ. എന്താ മുത്തശ്ശ? ഒന്നുമില്ല മോളെ. മിഥുന്റെ വീട്ടുകാര് വലിയ കോടീശ്വരന്മാരല്ലേ മോളെ? അതെ മുത്തശ്ശ. പിന്നെ അത്രയും പണവും പ്രതാപവും ഉള്ളവര്, കൊട്ടാരം പോലൊരു വീടുള്ളവര് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫാം ഹൗസിലെ കല്യാണം നടത്തുന്നത് എന്തിനാ മോളെ? ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമയ്ക്ക് പരിചയക്കാര് തന്നെ എത്രത്തോളം ഉണ്ടാവും. മാത്രമല്ല ആകെയുള്ളൊരു ഒറ്റ മോനുവാ. എന്നിട്ടും ആരെയും വിളിക്കാതെ കല്യാണം നടത്തുന്നത് എന്തിനാ? മുത്തശ്ശ, അതിനെക്കുറിച്ച് ഇതിലൊക്കെ എന്തിരിക്കുന്നു ശേഖര മുത്തശ്ശ? ഇപ്പൊ കാശുള്ള എല്ലാവരും ഇങ്ങനെയല്ലേ. ആർഭാടങ്ങൾക്കൊന്നും അവർക്ക് ഒരു വിലയില്ല. കല്യാണൊക്കെ സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും നടത്തുന്നത്. റിസപ്ഷൻ മാത്രം ഗ്രാൻഡ് ആയിട്ട് നടത്തുകയും ചെയ്യും. ഇവരും അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടാവും മുത്തശ്ശ. നമ്മൾ അവരോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അതും ശരിയാ മുത്തശ്ശ. എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഇവര് ജീവിക്കുന്നെ. അങ്ങനെയുള്ളവരായതുകൊണ്ടല്ലേ ചേച്ചിയെ തേടി കണ്ടുപിടിച്ച് അവരുടെ മരുമോളാക്കാൻ തീരുമാനിച്ച്. ഏട്ടത്തി. എന്താ സഞ്ജു? വല്യമ്മ ഏട്ടത്തി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. വാ ഏട്ടത്തി. എന്താ മമ്മി ഇത്? എന്തിനാ ഇപ്പൊ ഒരു മീറ്റിംഗ്? അത് ശരി, എനിക്ക് വല്ലതും അറിയോടി? മമ്മിക്കൊന്നും അറിയില്ല. അങ്ങോട്ട് നോക്ക്. മിഥുനെ കാണുമ്പോ എപ്പോഴാ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാന്നുള്ള പേടി എന്റെ മനസ്സിൽ. എന്റെ പൊന്നു, നീയൊന്നും മിണ്ടാതെ നിക്ക്. അവരെങ്ങാനും കേട്ടാ പിന്നെ അത് മതി. വല്യമ്മേ, ഏട്ടത്തി വന്നിട്ടുണ്ട്. മിഥുൻ, മേഘനേട്ടത്തി, നെക്ലസ് എന്തും ഭംഗിയാ നോക്കി. അമ്മേ, ഈ നെക്ലസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും ഇതുവരെ ഒന്നും ഇട്ടിട്ട് പോലും ഇല്ല. സഞ്ജനെ, വിഡ്ഢിത്തം കാണിക്കരുത്. എപ്പോ തൊട്ടത് ഈ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി? വല്യമ്മേ, അതൊരു വിലപിടിപ്പുള്ള നെക്ലസ് മാത്രമല്ല, അതിനേക്കാളും അമൂല്യമായതാ.
ഈ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതല്ല ഇത്. ഇവിടുത്തെ മരുമകൾക്കുള്ളതാ. ഐ എം സോറി വല്യമ്മേ. പാരമ്പര്യത്തിനും പൈതൃകത്തിനും സംസ്കാരത്തിനും ഐശ്വര്യത്തിനും ഉത്തമമായ ഉദാഹരണമാണ് ആ നെക്ലസ്. അതിലാര് തൊട്ട് കളിക്കാൻ ശ്രമിച്ചാലും ഞാനത് സഹിച്ചെന്ന് വരില്ല. ക്ഷമിക്കണം അരുണമേച്ചി, കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ ചെയ്തു പോയതാ. ഞാൻ മാപ്പ് പറയുന്നു. അവള് കൊച്ചുകുട്ടി തന്നെയാ, നിനക്ക് മനസ്സിലാക്കി കൊടുക്കായിരുന്നല്ലോ. കൊച്ചുകുട്ടികളായാലും വലിയവരായാലും ഈ വീട്ടിലെ നിയമങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് വലിയ തെറ്റാണ്. ആ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിച്ചു പോവരുത്. ഇനി ഞാൻ സൂക്ഷിച്ചോളാം വല്യമ്മേ. മോളെ മേഘനെ, എന്റെ ഈ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് ആലോചിച്ച് നീ പേടിക്കണ്ട. അതിനു പിന്നിലെ സദുദ്ദേശം മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ഈ നെക്ലസ് സ്വർണ്ണക്കടയിൽ വെച്ച് എന്റെ കഴുത്തിൽ വീണിരുന്നു മിഥുനേട്ടാ. നിന്റെ കഴുത്തിൽ വീണെന്നോ? അതെ അച്ഛമ്മേ, ആരുടെയോ കയ്യിന്നറിയാതെ. മേഘനായം, അന്ന് സ്വർണ്ണക്കടയിൽ വെച്ച് നെക്ലസ് വീണത് നിന്റെ കഴുത്തിലായിരുന്നോ? അതെനിക്കറിയാലോ. ഏട്ടനത് കണ്ടില്ല, പിന്നെ അതെനിക്ക് പറയാനുള്ള സിറ്റുവേഷൻ കിട്ടിയില്ല. അരുണിമേ, ഇതൊക്കെയാണ് ഭഗവാന്റെ ലീല. ഈ നെക്ലസിന്റെ ഉടമയിലേക്ക് തന്നെ ഭഗവാൻ ഇത് നേരത്തെ എത്തിച്ചിരിക്കുന്നു. മേഘനമോള്, ഈ നെക്ലസ് ജയേട്ടന്റെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മായിമ്മ കൊടുത്തതാ. പിന്നെ ജയേട്ടന്റെ അമ്മ എനിക്ക് തന്നു. ഞാനിപ്പോ ഇതെന്റെ മരുമോൾക്ക് സമ്മാനിക്കും. ഈ നെക്ലസ് ഇട്ടുകൊണ്ട് വേണം താലികെട്ടിനായി നീ കതിർമണ്ഡപത്തിലിരിക്കാൻ. അങ്ങനെ ആയിക്കോട്ടെ അമ്മേ. അബദ്ധവശാ പോലും ഈ നെക്ലസിന്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടായേക്കരുത്. ഇത് നീ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇതിനി നിന്റെ കയ്യിലിരിക്കട്ടെ. കല്യാണത്തിന് ഇട്ടേക്കണം. വാങ്ങിച്ച മോളെ. എന്തിനാ ഇത്ര പ്രാവശ്യം പറയുന്നു തെറ്റിദ്ധരിക്കണ്ട മോളെ. തലമുറകളായി കൈമാറി വരുന്ന ഈ നെക്ലസ് കഴുത്തിലിട്ടോണ്ടാ ഇന്ന് വരെ ഈ കുടുംബത്തിലെ മരുമക്കളെല്ലാം താലി കെട്ടാൻ ഇരുന്നിട്ടുള്ളത്. അതെങ്ങാനും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാ നമ്മൾ വിശ്വസിക്കുന്ന ആചാരങ്ങൾക്ക് ഭംഗം വന്ന പോലെ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മേഘനെ. ഇല്ല അമ്മേ, എന്റെ ഹൃദയത്തെ തൊട്ടുകിടക്കുന്ന ഈ നെക്ലസും എന്റെ ഹൃദയത്തിനുള്ളിലുള്ള എന്റെ മിഥുനേട്ടനും ഇന്നു മുതൽ എനിക്ക് എന്റെ ശ്വാസത്തെക്കാളും വലുതാണമ്മേ. എനിക്കിത് മാത്രം കേട്ടാ മതി മോളെ. ചെല്ലും മോളെ. മോനെ മിഥുൻ. എന്താ മുത്തശ്ശ? ഇപ്പൊ ഞാനത് മോനോട് ചോദിക്കുന്നത് ഉചിതായിരിക്കുമോ?
എന്തു പറ്റി മുത്തശ്ശ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ മോനെ. ഒന്നുമില്ല. കണ്ടില്ലേ മമ്മി, തലമുറകളെ കൈമാറി വരുന്ന നെക്ലസ് ഇപ്പൊ അവളുടെ കഴുത്തിലായി. ഇനി അവൾ ഈ വീട്ടിലെ മരുമകള് തന്നെയാ. ആ നെക്ലേസ് ആണടി ഇനി നമ്മുടെ ആയുധം. പ്രസംഗിക്കണ്ട, പോയിന്റ് പറ. അത് വെറും സ്വർണത്തിന്റെ നെക്ലേസോ പാരമ്പര്യത്തിന്റെ അടയാളോ മാത്രമല്ല. അതിനേക്കാളും ഒക്കെ ഈ കുടുംബത്തിനും അരുണിമയ്ക്കും ആ നെക്ലേസുമായിട്ട് എത്രമാത്രം സെന്റിമെന്റ്സ് ഉണ്ടെന്ന് നീ കേട്ടില്ലേ? അതിനെന്താ? അവരത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോ നാളെ ആ നെക്ലേസ് മേഘനയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ? പിന്നെ ഈ കല്യാണം അവിടം കൊണ്ട് മുടങ്ങും. ആണോ മമ്മി? സമയം നോക്കി ഞാൻ ആ നെക്ലേസ് അടിച്ചു മാറ്റും. അപ്പൊ നെക്ലേസ് സൂക്ഷിക്കാൻ അറിയാത്തവള് ഈ കുടുംബം എങ്ങനെ നോക്കൂന്ന് പറഞ്ഞാ തള്ള നിന്ന് കത്തും. മൂക്കിൻ തുമ്പത്താണല്ലോ അരുണിമയ്ക്ക് ദേഷ്യം. അതോടെ അരുണിമ ഈ കല്യാണം വേണ്ടെന്ന് വെക്കും. സൂപ്പർ മമ്മി. ഇതെങ്ങാനും നടക്കുവാണെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാവില്ല, അല്ലേ മമ്മി? പിന്നെ മമ്മിയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. എന്റെ പൊന്നേട്ടാ, ഒന്ന് പെട്ടെന്ന് പോയേ. വലിയ വീട്ടിലെ കല്യാണമാ. സമയത്ത് ഭക്ഷണം എത്തിച്ചില്ലെങ്കിൽ ഞങ്ങളെ മുതലാളി ഞങ്ങളെ പണിന്ന് പുറത്താക്കും. വഴിയിൽ ആരും വീണ് കിടക്കാണല്ലോ. ഇറങ്ങി നമുക്ക് നോക്കാം. എന്തു പറ്റിയതാവും ചേട്ടാ? വലിച്ചു കേട്ടറാ. ഈ നെക്ലസ് ജയേട്ടന്റെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മായിമ്മ കൊടുത്തതാ. പിന്നെ ജയേട്ടന്റെ അമ്മ എനിക്ക് തന്നു. ഞാനിപ്പോ ഇതെന്റെ മരുമോൾക്ക് സമ്മാനിക്കും. അബദ്ധവശാ പോലും ഈ നെക്ലസിന്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടായേക്കരുത്. ഇത് നീ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. തലമുറകളായി കൈമാറി വരുന്ന ഈ നെക്ലസ് കഴുത്തിലിട്ടോണ്ടാ ഇന്ന് വരെ ഈ കുടുംബത്തിലെ മരുമക്കളെല്ലാം താലി കെട്ടാൻ ഇരുന്നിട്ടുള്ളത്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാ നമ്മൾ വിശ്വസിക്കുന്ന ആചാരങ്ങൾക്ക് ഭംഗം വന്ന പോലെ. എന്താ ചേച്ചി? ചേച്ചി ആ നെക്ലസിലോട്ട് തന്നെ കണ്ണു നട്ടിരിക്കുന്നേ. മിഥുനേട്ടന്റെ വീട്ടിൽ തലമുറകളായി കൈമാറി വരുന്ന നെക്ലസ് അല്ലേ? ഇതൊന്ന് തൊട്ടു നോക്കണമെങ്കിൽ പോലും എന്ത് പുണ്യം ചെയ്തിരിക്കണോ അല്ലേ? അതുകൊണ്ടല്ലേ ചേച്ചി ഇത് ചേച്ചിയുടെ കൈ തന്നെ കിട്ടിയത്. ചാരു, ഇത് വെറും സ്വർണം മാത്രമാണെന്ന് കരുതരുത്. കയ്യിൽ കിട്ടിയല്ലോ എന്ന് അഹങ്കരിക്കാനും പാടില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനമായത് ഭദ്രപ്പെടുത്തി അടുത്ത തലമുറയെ ഏൽപ്പിക്കേണ്ട ബാധ്യത എനിക്കാ. ചേച്ചി, ഈ കല്യാണം ഒന്ന് കഴിയേണ്ട താമസേ ഉള്ളൂ. ചേച്ചി ഇവിടുത്തെ എല്ലാവരുടെയും മനസ്സിൽ കയറിക്കൂടും. എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചെടുക്കുകയും ചെയ്യും. ചേച്ചി, ഇത്രയ്ക്കൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഇമ ചിമ്മുന്ന നേരത്തേക്ക് പോലും നമ്മൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. ചാരു, നിതിൻ എവിടെ പോയി? അവൻ ഇവിടെ എവിടെയെങ്കിലും കളിച്ച് നടക്കുന്നുണ്ടാവും. എന്താ ചാരു ഇത്? നിതിന്റെ അസുഖത്തെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ? അവനെ തനിച്ച് വിടാൻ പാടുണ്ടോ? വന്നേ, ചെന്ന് നോക്കിട്ട് വരാം. വാ ചാരു. നിതിനേ, നിതിൻ, നിതിൻ,
ചരു നീ അങ്ങോട്ട് പോയി നോക്കിയേ, ഞാൻ ഇവിടെ നോക്കാം. ശരി ചേച്ചി. നിതിൻ 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 ഹലോ, എന്താ ഇത്? അതാ എനിക്ക് ചോദിക്കാനല്ല. എന്നതാ ഇത്? പെണ്ണുങ്ങളെ കണ്ട ഇടിച്ചിട്ട് അങ്ങ് പോയേക്ക. പെണ്ണുങ്ങളോ? എന്നിട്ട് എവിടെ? ഹലോ, തനിക്കെന്താ എന്നെ കണ്ടൂടെ? അയ്യടാ, കണ്ട പറയില്ല. എന്റെ അടുത്ത് ആള് കളിക്കാൻ നോക്കി ഇടിച്ച് പല്ല് ഞാൻ കൊഴിക്കും പറഞ്ഞേക്കാം. കൊഴക്കടി, അതുവരെ ഞാൻ നിന്റെ മുമ്പിൽ വായം പൊളിച്ച് നിക്കാൻ പോവല്ലേ? നിന്നെ പോലത്തെ ഒരു വായി നോക്കിയോട് ആര് സംസാരിക്കും? അയ്യടാ, വായ നോക്കാം പറ്റിയൊരു പാർട്ടിയെ. നിന്നെ പോലത്തെ തെമ്മാടികളോട് സംസാരിക്കാൻ നിന്നതാണ് എന്റെ തെറ്റ്. ഞാൻ തെമ്മാടിയാണെന്നോ? നീ അടി വഷളത്തി. പോടാ മരം മോന്തേ. നീ പൊടി മാങ്ങാണ്ടി പോന്തേ. പോടാ കശുവണ്ടി മോന്തെ. ഹേയ്, അയ്യോ നിർത്തുന്നുണ്ടോ? എന്തിനിങ്ങനെ രണ്ടുപേരും കൂടി തല്ലു പിടിക്കുന്നേ? നിന്റെ ചേച്ചിക്ക് മുഴുത്ത വട്ട. നിനക്കട വട്ട്. എടീ, ഹേയ്, നിന്നെ- അയ്യോ മതി, നിർത്ത് നിങ്ങളുടെ വഴക്ക്. ചേച്ചി ഇങ്ങോട്ട് വന്നേ. പോടാ. ആ അതെ അതെ, ഞാനൊരു അല്പം തിരക്കില്ല. ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ കാണില്ല. ആ നിതിൻ നിതിൻ ആ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. നിതിൻ സൂപ്പർ സീനാണല്ലോ. ഷൂട്ട് ചെയ്തേക്കാം. മാറി, നീ മാറിപ്പോടാ. ഞാൻ എടുക്കട്ടെ. ഞാൻ എടുക്കുന്നുണ്ടില്ലേ, ഒന്ന് മാറിപ്പോ. ഞാൻ എന്റെ ഏട്ടന്റെ ഫോട്ടോസ് എടുക്കുന്നേ. ഞാൻ എന്റെ മേഘരേച്ചിയുടെ ഫോട്ടോ എടുക്കുന്നേ. ഏയ്, മാങ്ങാണ്ടി മോറി പൊടി. എല്ലാം നീ കാരണടി. ഞാൻ കാരണല്ല, നീ കാരണം കശുവണ്ടി പോന്തേ. എടി, നിന്നെ ഞാൻ വീണ്ടും തുടങ്ങിയോ നിങ്ങളുടെ വഴക്ക്? എന്റെ ഏട്ടത്തിയുടെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. എല്ലായിരുന്നെങ്കിലേ മിഥുനേട്ടന്റെ അനിയനായതുകൊണ്ടാ ഞാൻ വെറുതെ വിടുന്ന. അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഒന്ന് പോരി അവിടുന്ന്. അയ്യേ മാങ്ങാണ്ടി, പോടാ അവിടുന്ന്. നിന്നെ ഞാൻ അയ്യോ ആർക്കും ഒരു സംശയം തോന്നരുത്. മേഘന എവിടെയാന്ന് ആദ്യം കണ്ടുപിടിക്കുക. അവളെ കണ്ടു കിട്ടിയാൽ ഉടൻ കൊണ്ടുപോയിക്കോണം. കേട്ടല്ലോ? ഓക്കെ അണ്ണാ. നടക്ക്. എടാ, അതാണ് മിഥുൻ. അവനെ ഒന്ന് നോക്കിക്കോ. സൂക്ഷിക്കണം, ആരും പിടികൊടുക്കരുത്. വാ. എല്ലാരും ഒന്ന് നിന്നേ. ഇങ്ങോട്ട് വന്നേ. മുന്നിലേക്ക് വാ.
ആരാ നിങ്ങളൊക്കെ? കാറ്ററിംഗ് ആരാ സാറേ? നിങ്ങൾ എത്ര പേരുണ്ട്? 5 പേര് സാർ. ഈ 5 പേര് മതിയാവോ? ഞങ്ങൾ നോക്കിക്കോളാം സാറേ. ഒരു കുറവും ഉണ്ടാവില്ല സാറേ. നിന്നെ ഞാൻ എവിടെയോ മോനെ. എന്താ മുത്തശ്ശ, ഇങ്ങ് വരൂ. സാർ ഞങ്ങളങ്ങോട്ട് Carry on. പടപടാ. എന്താ മുത്തശ്ശ? ഒന്നുമില്ല മിഥുൻ മോനെ, മോനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ, പറഞ്ഞോളൂ. ഒന്നുമില്ല മോനെ, മോന്റെ ജാതകം ഞാൻ ചോദിച്ചില്ലായിരുന്നു. ഒന്നത് തരുമായിരുന്നെങ്കിൽ. ഓ, അത് ശരിയാണല്ലോ, ഞാനത് മറന്നുപോയി. പക്ഷെ മമ്മിയോടും ഡാഡിയോടും പറഞ്ഞിരുന്നു, അവരുടെ കാര്യം ഉണ്ടാവും. ഒന്ന് എന്റെ കൂടെ വാ. മോനെ, ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അയ്യോ, അങ്ങനെ ഒരു ധാരണയില്ല മുത്തശ്ശ. മമ്മി അപ്പൊ തരാന്നും പറഞ്ഞായിരുന്നു. മുത്തശ്ശൻ വാ പ്ലീസ്. ഇവിടെ ഒന്നും കാണുന്നില്ലണ്ണ. എവിടെ പോയതാ? അതല്ലേ ഞങ്ങൾക്ക് അറിയാത്തേ. എന്നാലും ആ മിഥുനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന് സംശയം തോന്നാൻ പാടില്ല. നിങ്ങളല്ലേ കാറ്ററിംഗിന് വന്നേക്കുന്നേ? അതെ സാർ. എന്നിട്ട് ഇവിടെ എന്തെടുക്കുക? വന്നോ തന്നെ ലേറ്റ് ആയിട്ടാ. ഗസ്റ്റിന് സ്നാക്സും ഡ്രിങ്ക്സും കൊടുക്കണം. അങ്ങോട്ട് ചെല്ല്. എന്താടാ എന്റെ മുഖം നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല സാർ. എന്നാ പിന്നെ പെട്ടെന്ന് പണിയോടെ നിൽക്കോ. ഇവനെന്താ നമ്മളോട് സെർവ് ചെയ്യാൻ പറയുന്നേ? മേഘനയെ കിട്ടുന്നവരെ അത് ചെയ്തേ പറ്റൂ. ആ മേഘനയെ പിടികൂടാൻ ഇതൊരു നല്ല അവസരം. നിങ്ങൾ വാ. മോം, മുത്തച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. നമസ്കാരം സാർ. മോളെ, നിങ്ങളോട് എനിക്കൊരു. മിഥുൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മിഥുന്റെ ജാതകം കാണണമായിരുന്നല്ലേ? നേരത്തെ തന്നെ 2 പേരുടെയും ജാതകം ജോത്സരെ കാണിച്ചിരുന്നതാ. 10ൽ 10 പൊരുത്തമുണ്ടെന്നാ പറഞ്ഞേ. അതുകൊണ്ടാ പിന്നെ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാതെ കല്യാണം നിശ്ചയിച്ചത്. എന്നിട്ട് നിങ്ങളിപ്പോ. അയ്യോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങള് ആചാരങ്ങളും സമ്പ്രദായങ്ങളൊന്നും തെറ്റിക്കാത്ത ആളുകളാ. വധൂവരന്മാരുടെ ജാതക പൊരുത്തം നോക്കാതെ കാര്യങ്ങളൊന്നും തീരുമാനിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഞങ്ങള് ചെറുക്കം വീട്ടുകാരാ. എന്നിട്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു ചെയ്യുമ്പോ പെൺവീട്ടുകാർക്ക് ഞങ്ങളെക്കാൾ പേടിയുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കല്യാണത്തിന് 7 തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണമെന്നാ പറയുന്നേ. ഇപ്പൊ ശേഖരേട്ടന് കണ്ടത് മിഥുന്റെ ജാതകമല്ലേ? അതിലൊരു തെറ്റുമില്ല. നിങ്ങൾ വലിയ ആളുകളാണ്, എന്നെ മനസ്സിലാക്കിയല്ലോ. അത് തന്നെ ധാരാളം. എന്നാലും ജാതകങ്ങള് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ജ്യോത്സ്യരെ കാണിക്കാൻ മനസ്സിൽ ചെറിയൊരു മോഹം. അതിലൊരു തെറ്റുമില്ല.